ഹലോ ക്യൂട്ടീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങൾ ഇന്ന് സൺഡേ ആയിട്ട് ഒന്ന് പുറത്തിറങ്ങുകയാണ്. എനിക്കാണെങ്കിൽ സദ്യ കഴിക്കാൻ ഭയങ്കരമായിട്ട് കൊതിയാവുന്നുണ്ട്. പ്രശോഭനാണെങ്കിലും ബിരിയാണി കഴിക്കാനും. അപ്പോൾ ഇത് രണ്ട് കിട്ടുന്നൊരു സ്ഥലത്തേക്കാണ് ഞങ്ങളിന്ന് പോണത്. തപക്കുട്ടിയാണെങ്കിൽ ഇന്ന് പാട്ട് പഠിക്കാൻ പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ കൗതുകത്തോടെ പറയുകയാണ്. ഒരു പാട്ട് പാടിയേ. അങ്ങനല്ലേ? ടീച്ചർ ഇവിടെ ഇല്ല. ഞാൻ പാട്ട് പഠിക്കാൻ പോയി. പിന്നെ പാട്ട് പാടുക. അപ്പൊ ഇന്ന് എന്താ ടീച്ചർ പഠിപ്പിച്ചത്? പാടും. സാ നീ ഗ പ നീ സാ ദ അങ്ങനെയല്ലേ തക്കുടി? സാ രി ഗ പ നീ പ ധ നീ സാ സാ നീ ഗ ഗ പ മ ഗ രി സാ സാ. ഓക്കെ, ഓക്കെ, ഇഷ്ടായോ? ഇഷ്ടായി. പാട്ട് ഇഷ്ടായി. പിന്നെ നമ്മള് തിരിച്ചു വന്നിട്ട് വീട്ടിക്ക് പോയി. ഇനി നമ്മളെങ്ങോട്ടാ പോണ്? ഇനി നമ്മള് എനിക്കറിയില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. സൺഡേ ആയിട്ട് നമ്മളൊന്ന് കറങ്ങാൻ പോവാണ് അല്ലേ? പോയി. ഓക്കെ. എനിക്ക് സദ്യ വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രശ്നേട്ടൻ പറഞ്ഞു, ഇവിടെ എന്തായാലും നീ ഉദ്ദേശിച്ച സദ്യ ഒന്നും കിട്ടില്ല. ഇനി കിട്ടുകയാണെങ്കിൽ തന്നെ വല്ല കന്നഡ അങ്ങനത്തെ റൈസ് ഉണ്ടാവുമല്ലോ, പൊന്നി റൈസൊക്കെ, അതായിരിക്കും കിട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നുമല്ല, ഞാനിവിടെ നോക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ബെറ്റ് അടിച്ചോ, നല്ല അടിപൊളി കേരള റൈസ് തന്നെ കിട്ടും, അതിൻ്റെ കൂടെ തന്നെ നല്ല സൂപ്പർ ബിരിയാണി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ഹലോ, നമ്മൾ എങ്ങോട്ടേക്ക് പോണേ? നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഫുഡ് എവിടെ എത്തി? എവിടെ എത്തി? ഉരുളി റെസ്റ്റോറന്റ്. എനിക്കറിയില്ല. ഉരുളി റെസ്റ്റോറന്റ്. നമുക്ക് കഴിക്കാൻ പോവാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഇതാണ് ഉരുളി റെസ്റ്റോറൻറ്റ്. ബേറർ വന്ന് ഓർഡർ എടുക്കുന്നത് വരെ ഇവിടെ സദ്യ കിട്ടുന്നു ഒരു വിശ്വാസം ഇല്ലാണ്ട് ഇരിക്കുകയായിരുന്നു ഒരാൾ. ബേറർ വന്നു പോയപ്പോൾ ഇപ്പോൾ ചെറിയൊരു ചമ്മലിരിക്കുകയാണ്. ഞാനാണെങ്കിൽ വിജയശ്രീലാളിതയായിട്ടിരിക്കുകയാണ് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ മലയാളികൾ നടത്തുന്ന കടയാണ്. പക്ക കേരള വിഭവങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും, ഇനി അതല്ല സീ ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇവിടെ വരാം. നല്ല സൂപ്പർ ഫുഡാണ്.